അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് അരക്കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ കടലപ്പരിപ്പ് കുറച്ച് സമയം ഒന്ന് കുതിർക്കാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് 1 മണിക്കൂറൊക്കെ ഒന്ന് കുതിർക്കാൻ വെക്കാം. ആദ്യം ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് പാവയ്ക്കാണ്. ഞാൻ 2 മീഡിയം സൈസ് പാവയ്ക്കയും ഒരു ചെറിയ പാവയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി പാവയ്ക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഒന്ന് മാറ്റിയിട്ട് റൗണ്ട് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പാവയ്ക്കെല്ലാം റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കയ്പരസം മാറാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാവയ്ക്കയിലുള്ള കയ്പരസമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പൊ കടലപ്പരിപ്പെല്ലാം ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം മുഴുവനും മാറ്റിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടലപ്പരിപ്പ് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ഇതിന്റെ ആവി മുഴുവൻ മാറിയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പൊ കടലപ്പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കയ്യിൽ പിടിച്ച് നോക്കുന്ന സമയത്ത് വെന്ത് വരണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ആ ഒരു പരുവത്തിന് വേവിച്ചിട്ടെടുക്കാം. അപ്പൊ നമ്മൾ പാവയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് സമയം വെച്ചിട്ട് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി പിഴിയാണെന്നുണ്ടെങ്കിൽ ആ പാവയ്ക്കയിലുള്ള നീരൊക്കെ മാറി ആ കയ്പരസമൊക്കെ മാറിക്കിട്ടും. ഇനി ഇതുപോലെ എല്ലാം മുറുക്കി പിഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ബാക്കി ഈ വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല. അത് നല്ല കയ്പുള്ള വെള്ളമാണ്, അത് നമുക്ക് മാറ്റാം. ഇനി മുറുക്കി പിഴിഞ്ഞെടുത്ത പാവയ്ക്ക കുറച്ച് സമയം പച്ചവെള്ളത്തിലിട്ട് വെക്കാം. ഒരു 5-10 മിനിറ്റ് പച്ചവെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ പാവയ്ക്കയിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ആ ഉപ്പ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കയ്പുണ്ടാവില്ല ഈ പാവയ്ക്കയ്ക്ക്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നല്ലതുപോലെ ഒന്ന് വയന്ന് വരണം. ഗോൾഡൻ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ സവാള എല്ലാം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1-2 ഒക്കെ എടുത്താൽ മതിയാകും. ഞാൻ എടുത്ത പച്ചമുളക് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഇതാ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാവയ്ക്കെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോവരുത്, അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് സമയം വെള്ളത്തിലിട്ട് 1 കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് മുറുക്കി പിഴിഞ്ഞ് എടുത്തിട്ടുള്ള പുളിവെള്ളമാണ് 1 കപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ എത്രയാണോ മുളക് പൊടി എടുക്കുന്നത് അതിന്റെ പകുതി മല്ലിപ്പൊടി എടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ
ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇപ്പൊ പുളിവെള്ളമൊക്കെ വറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. കടലപ്പരിപ്പ് നമുക്ക് കഴിക്കാൻ കിട്ടണം, അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. അതാണ് ഞാൻ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് ഇങ്ങനെ മുഴുവനെ കിടക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ നമ്മൾ 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ പുളിയും മധുരവും ഒക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണോ ശർക്കര വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം വറ്റി ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാവയ്ക്ക കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലപ്പരിപ്പും പാവയ്ക്കയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും കഴിക്കാവുന്നതാണ്. കയ്പൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ കയ്പൊന്നുമില്ലാത്ത പാവയ്ക്കും കടലപ്പരിപ്പും വെച്ചിട്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്